സൊമാറ്റോ, സ്വിഗ്ഗി ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നതിന് ശേഷമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ ടെക്നോളജി ഒട്ടും വളർന്നിട്ടില്ലാത്ത ഒരു സമയത്ത് നമ്മുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം നമ്മുടെ ജോലി സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങിയ ചരിത്രമുണ്ട് ഇന്ത്യക്ക്. അതും സ്ഥലമോ പേരോ ഒന്നുമില്ലാതെ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു ഡെലിവറി സിസ്റ്റം. അതെ, വീടുകളിൽ നിന്നും ഭക്ഷണം നിറച്ച ഡബ്ബകൾ ജോലി സ്ഥലത്ത് കൃത്യമായി എത്തിച്ചു നൽകി തുടങ്ങിയ ഡബ്ബാവാലകളാണ് ചരിത്രം മാറ്റിക്കുറിച്ചത്. നമ്മുടെ കേരളത്തിലൊന്നുമല്ല, അങ്ങ് മുംബൈയിലാണത്. ഉച്ചഭക്ഷണം ശേഖരിച്ച് ഓരോരുത്തരുടെയും ജോലി സ്ഥലത്ത് എത്തിച്ചു നൽകുകയാണ് ഇവരുടെ ജോലി. 1890-ൽ മുംബൈയിലുള്ള ഒരു പാഴ്സി ബാങ്കറായ മഹാഡു ഹവാജി ബാച്ചെ തന്റെ പണിസ്ഥലത്തേക്ക് ഉച്ചഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പാടാക്കി. ഈ രീതി അദ്ദേഹത്തിന്റെ പല സഹപ്രവർത്തകർക്കും ഇഷ്ടമായി. അവരും ആ വഴി പിന്തുടർന്നു. ആ ആശയമാണ് ക്രമേണ ഇന്ന് ഇന്ത്യയിലും ഇതര രാജ്യങ്ങളിലും കാണുന്ന ലോജിസ്റ്റിക് സിസ്റ്റമായി മാറിയിരിക്കുന്നത്. ഈ പദ്ധതി തുടങ്ങുന്ന കാലത്ത് ആകെ 35 ഡബ്ബാവാലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ആളുകൾ ആഗ്രഹിക്കുന്ന ഡബ്ബ സിസ്റ്റം തുടങ്ങിവെച്ച മഹാഡുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെറും 2ാം ക്ലാസ് ആണ്. മുംബൈയിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും നഗരത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ജോലിക്ക് പോകുന്നത് ട്രെയിനിലുമായിരിക്കും. തിരക്ക് പിടിച്ച ട്രെയിൻ യാത്രകളിൽ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്നതും റിസ്ക് ആണ്. ഭക്ഷണം പൊതിഞ്ഞെടുത്താൽ തന്നെ ഒരാൾക്ക് നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത തീവണ്ടികളിൽ ഉച്ചഭക്ഷണ സഞ്ചി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ഡബ്ബാവാലകളുടെ പ്രസക്തി. ഇത്തരം ജോലിക്കാർക്ക് സ്ഥിരമായി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് ഒഴിവാക്കി സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉച്ചഭക്ഷണം കഴിക്കാൻ ഡബ്ബാവാലകൾ അവസരമൊരുക്കുന്നു. ഓഫീസിലെ തിരക്ക് കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തുന്നതിന് മുൻപേ തന്നെ ഇവരുടെ ഭക്ഷണപാത്രം വീട്ടിലെത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ ഡബ്ബാവാലകൾ മുംബൈക്കാരുടെ ഉച്ചഭക്ഷണത്തിന്റെ തലവേദന വലിയൊരു അളവ് വരെ പരിഹരിച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം. പ്രതിമാസം വളരെ നിസ്സാരമായ ഒരു തുക മാത്രമാണ് ഇതിനായി ഇവർ ഈടാക്കുന്നത്. ഡബ്ബകളുടെ മുകളിൽ ടിഫിൻ ബോക്സ് എത്തിക്കേണ്ട സ്ഥലം തിരിച്ചറിയുന്നതിനായി പ്രത്യേക കോഡുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വീട്ടിൽ നിന്നും കൊടുത്തുവിടുന്ന ലഞ്ച് ബോക്സിന്റെ പുറത്തുള്ള ഡബ്ബാവാലകളുടെ കണ്ടെയ്നറിലാകും ഇവ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തുടക്കത്തിൽ വിവിധ നിറങ്ങളിലുള്ള ത്രെഡുകളായിരുന്നു അവർ കോഡിങ്ങിനായി ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് തയ്യൽക്കാർ കളയുന്ന പല നിറങ്ങളുള്ള തുണികളായി. ഇപ്പോൾ കളർ മാർക്കറുകളാണ് ഉപയോഗിക്കുന്നത്. അക്ഷരങ്ങളും അവയുടെ നിറങ്ങളുമാണ് ഡബ്ബകളെ വഴിതെറ്റിക്കാതെ അതത് വയറുകളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതിരാവിലെ ഓഫീസുകളിലേക്കും ഫാക്ടറികളിലേക്കും സ്കൂൾ കോളേജുകളിലേക്കും പോകുന്നവരുടെ വീടുകളിൽ നിന്ന് 10 മണിയോടെ ഇവർ ഭക്ഷണപാത്രങ്ങൾ ശേഖരിക്കുന്നു. കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നു. ശേഷം ഒഴിഞ്ഞ ഡബ്ബകൾ തിരികെ വീട്ടിലെത്തിക്കുന്നു. ടെലിഫോണും മറ്റും വരുന്നതിനു മുൻപുള്ള കാലത്ത് ഗൃഹനാഥന് വീട്ടിലേക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ആ സന്ദേശം ഈ ഒഴിഞ്ഞ ഡബ്ബകളിൽ എഴുതി കൊടുത്തുവിടും. അതുപോലെ തന്നെ രാവിലെ വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഡബ്ബയ്ക്കൊപ്പം യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഒരു ദിവസം ഇങ്ങനെ 2 ലക്ഷം ഉച്ചഭക്ഷണ പാത്രങ്ങളാണ് മുംബൈയിലെ 5000 പേർ ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. പലതും 60 കിലോമീറ്റർ വരെ ദൂരം താണ്ടുന്നുണ്ട്. 16 കോടി ഡബ്ബകൾ വിതരണം ചെയ്യുമ്പോൾ 1 എന്ന നിരക്കിലാണ് ഇവർക്ക് ഒരു പിഴവ് ഉണ്ടാകുന്നത്. 99.99% വരുന്ന ഈ മികവാണ് ഡബ്ബാവാലകൾക്ക് 6 സിഗ്മ സർട്ടിഫിക്കേഷൻ നേടിക്കൊടുത്തത്. ഇന്ത്യയിൽ 6 സിഗ്മ ഇതുവരെ കിട്ടിയത് ഡബ്ബാവാലകൾക്ക് മാത്രമാണ്. ISO 9001 സർട്ടിഫിക്കേഷനും ഡബ്ബാവാലകൾക്ക് ലഭിച്ചിട്ടുണ്ട്.